വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാൽ നല്ല നോൺ വെജ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഞാനിതിന് വേണ്ടി 2 കപ്പ് പുഴുക്കൽ അരി എടുത്ത് നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. അത് ഓവർനൈറ്റ് ഞാൻ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്തി വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിനൊന്നും കൂടെ കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് അരഞ്ഞിട്ടാൻ കുറച്ച് പണിയായിരിക്കും, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു അരമുറി തേങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് തേങ്ങ ചേർത്തിട്ട് ഇനി ഇത് അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഒരുപാട് ഓവർ വെള്ളം ഒഴിക്കരുത്, അപ്പോൾ നമുക്ക് പിന്നെ കുറേ ടൈം എടുക്കും റെഡി ആയിട്ട് കിട്ടാൻ. അപ്പോൾ ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. കുറച്ച് തരിതരിയായിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്, നല്ല ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനൊന്ന് വേവിച്ച് എന്താ പറയുക ഡ്രൈ ആക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ബാംഗ്ലൂരൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പുണ്ടി എന്ന് പറഞ്ഞ ഒരു റെസിപ്പിയാണ്. ഇത് നോർത്ത് കേരളയിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. കടുമ്പ് എന്നൊക്കെ പറഞ്ഞ് വേറെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കറി ഇല്ലാതെ ചുമ്മാ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി ഇതിന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ല ഡ്രൈ ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാനിൽ നിന്ന് ഒരു വിട്ട് വരുന്ന പരുവാണ് കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ നമ്മൾ ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്തോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലതാണ്. തേങ്ങ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ചൂടാണ്, എന്നാലും നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഒരുപാട് വലിയ ബോളല്ല, ഒത്തിരി ചെറുതുമല്ല. നമ്മൾ കണ്ണൂരൊക്കെ കക്കറോട്ടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ രൂപമായിട്ടാണ് കേട്ടോ ഉള്ളത്, കാണാനൊരു ഷേപ്പ് ഉള്ളത്. അപ്പോൾ ഇതിന് നടുക്ക് ഇതുപോലെ ഒരു വിരൽ വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാതും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ചുമ്മാ ഇങ്ങനെ കഴിക്കാൻ കൊടുത്താൽ തന്നെ ഇഷ്ടമാവും കേട്ടോ. കാരണം തേങ്ങയൊക്കെ ചേർത്തോട്ട് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം എടുത്ത് സെർവ് ചെയ്യാം. ഞാനിത് ചിക്കൻ കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. മീൻ കറിയുടെ കൂടെയും അതുപോലെ തന്നെ ബീഫിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ കുറേ പേരുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കാറുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമാണോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുപോലത്തെ കിഡിലും റെസിപ്പീസിന് വേണ്ടി ദിയാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.